നമസ്കാരം. ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലോ ജോലി കിട്ടിയതിന് ശേഷം ഒരു എംപ്ലോയി ആദ്യമായി EPFO വെബ്സൈറ്റിൽ ചെയ്യേണ്ട രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മളുടെ UAN നമ്പറിനെ ബേസ് ചെയ്തായിരിക്കും ഈ രജിസ്ട്രേഷനൊക്കെ നടക്കുക. UAN നമ്പർ നമ്മളുടെ എംപ്ലോയർ, നമ്മളുടെ ജോലി ഉടമ നമ്മൾക്ക് തരുന്നതായിരിക്കും. നമ്മൾ ജോലിയിൽ കയറിയാൽ നമ്മളുടെ PF എന്ന് മുതലാണോ ഡിഡക്റ്റ് ചെയ്ത് നമ്മളുടെ സാലറി തരുന്നത്. അതിനുശേഷം നമ്മളുടെ UAN നമ്പർ ജനറേറ്റ് ആവുന്നതായിരിക്കും. ആ ജനറേറ്റ് ആയ UAN നമ്പർ നമുക്ക് എംപ്ലോയർ തന്നു കഴിഞ്ഞാൽ നമുക്ക് PFൻ്റെ സൈറ്റിൽ, പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ്റെ സൈറ്റിൽ കയറി നമ്മൾ ചെയ്യേണ്ട ഒരു വൺ ടൈം രജിസ്ട്രേഷൻ സംബന്ധമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനായി ഗൂഗിളിൽ നമ്മൾ EPFO മെമ്പർ പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോയിലോട്ട് നമ്മൾ വരും. അതിൽ മെമ്പർ ഹോം EPFO എന്നൊരു ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പോപ്പപ്പ് വിൻഡോ വരും. അത് നമ്മൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ UAN നമ്പറും പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇപ്പം UAN നമ്പർ നമ്മളുടെ കൈവശം ഇല്ല എങ്കിൽ UAN നമുക്ക് കണ്ടുപിടിക്കാൻ നോ യുവർ UAN എന്നുള്ളൊരു ഓപ്ഷൻ താഴെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UANലേക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ, UAN രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ നമ്മളുടെ ആധാർ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളുടെ UAN കണ്ടെത്താവുന്നതാണ്. ഇനി അതല്ല, നമ്മുടെ UAN നമ്പർ ഓൾറെഡി നമ്മുടെ സ്ഥാപനം ഉടമ എംപ്ലോയർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ UAN നമ്പർ അറിഞ്ഞതിന് ശേഷം നമ്മുടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പാസ്വേഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. UAN നമ്പർ കൈവശമുള്ളവർ ഇവിടെ UAN ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാവുന്ന ഓപ്ഷനിലോട്ട് പോകാവുന്നതാണ്. അതിനായി നമ്മൾ ഫോർഗോട്ട് പാസ്വേഡ് എന്ന താഴെ കാണുന്ന ഈ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിൻഡോയിലോട്ട് എത്തുന്നതായിരിക്കും. അവിടെ നമ്മളുടെ UAN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. UAN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ നെയിം, നമ്മുടെ പേര് എന്താണ്, നമ്മുടെ ആധാർ പ്രകാരമുള്ള എക്സാക്റ്റ് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഏതാണ്, മെയിൽ ഫീമെയിൽ, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ ഒരു ടിക്ക് ബോക്സ് ഉണ്ടാവും. അതിൽ നമ്മൾ കൺസെൻറ്റ് ആണത്. അതിൽ ടിക്ക് ചെയ്ത് നമ്മൾ താഴെയുള്ള ഒരു ക്യാപ്ച കോഡുണ്ട്, അതും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് ഓതറൈസേഷൻ പിൻ എന്നുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും ഡാറ്റ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഗെറ്റ് ഓതറൈസേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിൻഡോയിലോട്ടെത്തും. അവിടെ നമ്മൾ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട പാസ്വേഡ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ന്യൂ പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്. അത് ഡിജിറ്റും വേർഡും ഒക്കെ കൂടിയ ഒരു ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. OTP എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളവിടെ പാസ്വേഡും ക്രിയേറ്റ് ചെയ്തു. ദെൻ വെരിഫൈ എന്ന ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ കാണാം, നമ്മുടെ യുവർ പാസ്വേഡ് ഹാസ് സക്സസ്ഫുള്ളി ജനറേറ്റഡ് എന്ന് വേണ്ടി കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ ചെയ്യാനുള്ള വിൻഡോയിലോട്ട് അഗൈൻ നമ്മൾ തിരിച്ചു വരും. പോപ്പ് വിൻഡോ വരും. അത് ക്ലോസ് ചെയ്യുക. നമ്മളുടെ UAN നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിലോട്ട് പോവുക. പാസ്വേഡ് UAN നമ്പർ ആൻഡ് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിലോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഒരു OTP വരും മൊബൈലിലേക്ക്. OTP